ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രിയക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സമയം രാവിലെ 6:57, അതായത് 7 മണിയാവണം. അപ്പോൾ ഇന്നലെ നമ്മൾ ജർമ്മനിയിൽ, അതായത് സ്പെയിനിൽ നിന്നുള്ള ലോഡാണ്. അപ്പോൾ ഇന്നലെ 2 സ്ഥലത്ത് ജർമ്മനിയിൽ ഇറക്കാണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് 3 സ്ഥലത്ത് ഫ്രാൻസിൽ ഇറക്കി. പൂക്കളമായിട്ടുള്ള വരവണം. അപ്പോൾ ഇനി നമുക്ക് ഓസ്ട്രിയയിൽ ഒരു സ്ഥലത്ത് ഇറക്കാനുണ്ട്. അവിടെ ഇറക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുപോയി ഫ്രാൻസിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. ഇന്നലെ നമ്മളിപ്പോൾ ജർമ്മൻ ബോർഡറിൽ കിടക്കാന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. അല്ല, ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും ബോർഡറിൽ കിടക്കാന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ, അവർ അവിടേക്ക് കയറ്റിയില്ല തന്നെ, വണ്ടി ഫ്രീ കൂടെന്നും പറഞ്ഞു. ബോർഡറിൽ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹൈവേയിൽ കയറി 2 സ്ഥലത്ത് അന്വേഷിച്ചു, പാർക്കിംഗ് ഇല്ല. അപ്പം അങ്ങനത്തെ അവസരങ്ങൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് കയറ്റും. അങ്ങനെ കയറ്റി സമാധാനമായി കിടന്നുറങ്ങാന്ന് വിചാരിച്ചാണ്. ഞാനപ്പോൾ ഉദ്ദേശിച്ചതൊരു 7:15 അവിടെ നിന്ന് പോകാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കിടന്നത്. പക്ഷെ 6 മണിയാകുമ്പോഴേക്കും അവിടുത്തെ കമ്പനിക്കാരൊക്കെ ഒന്ന് ഹോൺ അടിച്ച്, ഞാൻ കാരണം അവർ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ആ വണ്ടി കൊണ്ടിട്ടുണ്ടായിരുന്നു. വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് പയ്യനെ നീക്കി ഇതേ പോരാ. എന്താ പറയുക, സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനത്തെ അവസരങ്ങൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഇൻഡസ്ട്രിയിൽ, ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇൻഡസ്ട്രിയലിൽ നോക്കിയിട്ട് അതിലേക്ക് കയറ്റും. പക്ഷെ കയറ്റിയുള്ള കുഴപ്പമൊന്നുമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ തന്നെ വണ്ടി എടുത്ത് മാറ്റണം. ഞാൻ നിൽക്കണ മാതിരി നിൽക്കാൻ പാടില്ല എന്ന് പറയാം. എനിവേ, എന്തൊക്കെയായിരുന്നാലും സംഭവങ്ങളൊക്കെ തീർന്നു. അതിനുശേഷം നമ്മളിത് ഇപ്പോൾ ഓസ്ട്രിയക്ക് വീണ്ടും കയറാൻ പോകണം. കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷേ വണ്ടി എടുത്താരോട് ഞാൻ നേരത്തെ തന്നെ കയറിപ്പോന്നു എന്ന് മാത്രം. കാരണം നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് പോയിട്ടായാലും ഇനി കിടക്കാലോ. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ, ഇതാണ് ഓസ്ട്രിയയുടെ ബോർഡർ കേട്ടോ. ഇവിടെ ചെക്കിങ് ഇപ്പതേ ചെക്കിങ് ഇല്ല. ഇന്നലെ ഞാൻ ഇവിടെയൊക്കെ വന്ന് കയറി പോകുന്നതാണ്. ഞാൻ ഓസ്ട്രിയയിൽ കയറി തിരിച്ചു വന്നതാണ്. ഓസ്ട്രിയയിൽ ഫ്രീ വോൾക്ക് കയറാൻ പാടില്ല, സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം ഇത് അവധി ദിവസങ്ങളിൽ കയറാനായിട്ട്. അപ്പം നമുക്കതില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ തിരിച്ചു പോന്നു. അവിടെ കയറി റൗണ്ട് ചെയ്ത് 1-2 നോക്കി കിട്ടിയില്ല. പിന്നെ നേരെ ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനെ ഒതുക്കി. അതേ കാലത്ത് ഇനിയൊരു 3 കിലോമീറ്റർ കഷ്ടി. ഇന്നലെ അവിടെ വന്നപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ വണ്ടി കൊണ്ട് അവിടെ കയറാൻ പറ്റില്ല. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ നിർത്താൻ പറ്റില്ല, വണ്ടി ഇറങ്ങി കൊണ്ടുവന്നു. നമ്മൾ പിന്നെ ബലം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓസ്ട്രിയയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിനേക്കാളും ഭേദം ഇവിടെ കറങ്ങണതാണല്ലോ എന്ന് കരുതി ഇവിടെ കിടന്ന് ജർമ്മനി കിടന്ന് കറങ്ങി. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരു 17 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നേരത്തെ പോയിട്ടും പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാണ്ടൊക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല മഴ ദിനാണ്. ഇവിടെ ഇപ്പോൾ വന്നിട്ട് 12 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇവിടെ ആൾക്കാർ രാവിലെ തന്നെ പണി തുടങ്ങുക.
പുള്ളി എന്തുകൊണ്ടാണ് ബ്രേക്ക് ചവിട്ടിയത് എന്നെനിക്കറിയില്ല. എന്നെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അത് കാര്യമാവുന്നില്ല. കീപ് ഡിസ്റ്റൻസ്. ഇതാണ് ഈ പറഞ്ഞ ബോർഡർ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഓസ്ട്രേലിയക്കാണ്. ഇന്നലെ ഞാനിവിടെ വന്നതാന്നേ, സമ്മതിച്ചില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. വർഷത്തിൽ 1-2 തവണ മാത്രമേ നമ്മൾ വരുള്ളൂ. ഇവിടെ എന്നിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് കഴിയുമ്പോൾ ഒരു ഇതിലേക്ക് കയറ്റും, നമ്മൾ പേയ്മെൻ്റൊക്കെ അടയ്ക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇന്നുണ്ടാവാൻ സാധ്യതയില്ല ഈ തിരക്ക് കാരണം, ഈ മഴയൊക്കെ കാരണം. ഭൂരിഭാഗം ചെക്കിംഗ് ഒക്കെ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും ഇവിടെയൊക്കെ. നല്ല ശക്തമായിട്ട് മഴയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ചെക്കിങ്ങും പരിപാടികൾക്കൊന്നും അവർ നിൽക്കില്ല. ആ ഒച്ച കേൾക്കണത് ചെറിയ രീതിയിൽ പേയ്മെന്റ് അടയ്ക്കണതാണ്. എനിക്ക് ഈ സംഭവം അറിയില്ലായിരുന്നു, നമ്മളെ വണ്ടിയിൽ നിന്ന് അടച്ചു പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കമ്പനി എടുത്ത് ചോദിച്ചു, അവർ പറഞ്ഞു അവർക്കറിയില്ല, ഈ നമുക്ക് നോക്കാലോ അടയ്ക്കോ ഇല്ല എന്നുള്ളത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തു. എന്നെ പിന്നെ ചെക്കിങ്ങിന് അവർ കൈ കാണിച്ചു, അവർ നമ്പർ അടിച്ചിട്ട് പറഞ്ഞോട് പൊക്കോളാൻ പറഞ്ഞു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായി. പിന്നെ അത് പറയാനായിട്ട് ഇവിടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80 ഇവിടുത്തെ ഹൈവേയിൽ. ഇവിടുത്തെ റോഡുകളെ പറ്റിയിട്ട് വലിയ ധാരണ എനിക്കില്ല. വർഷത്തിൽ 1-2 തവണ മാത്രമേ വരുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളിവിടെ പെട്ടിരുന്നു. ഞായറാഴ്ച ദിവസം ലോഡ് ഇറക്കി അവിടെ തന്നെ കിടക്കേണ്ടി വന്നു. കാരണം ഇവിടെ ഒന്നും തുറക്കില്ല ഓസ്ട്രേലിയയിൽ ഞായറാഴ്ച, വളരെ റെയർ. ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ തിരിച്ച് കയറ്റി എന്തോ ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന ലോഡ്, ഇവിടെ ലോഡ് ഇറക്കി ഇവിടെ നിന്ന് ഇല്ല, ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന ലോഡ് എന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോകണത് ഇതൊക്കെ തന്നെയാണ്, ഉരുളക്കിഴങ്ങൊക്കെയാണ്. അതിന് പ്രത്യേകിച്ച് വലിയ ഇതില്ലാന്ന് തോന്നണം അവർക്ക്. പ്രോഡക്ട്സുകൾ വലിയ കാര്യമായിട്ട് പുറത്തേക്ക് ഇറക്കാനായിട്ട്. ജർമ്മനിയിൽ നിന്ന് കൂടുതലും പോണത് ഇലക്ട്രോണിക്സാണ്. ഇലക്ട്രോണിക്സും പിന്നെ ആമസോണിൻ്റെയാണ് കണ്ടമാനം ഓട്ടങ്ങൾ എടുക്കാറ്. നെതർലാൻഡ്സിൽ നിന്നും ഏകദേശം അതൊക്കെ തന്നെ. ആൾക്കാർ മൊബൈലൊക്കെ മാന്യമായ രീതിയിൽ ഉപയോഗിക്കണ്ടല്ല. അതാണ് റഡാറ്. ഇവിടുത്തെ റഡാർ ഇങ്ങനെയാണ്. En 2,5 kilómetros toma la salida 12 a la derecha en dirección Wolford. Adelante
ശരി. എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ മാപ്പിൽ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ചോദിക്കും അത് ഇന്നമാതിരി വീണ്ടും അവിടെ ഉണ്ടോയെന്ന്. ഇപ്പം ചോദിച്ചാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വർക്ക് ഇവിടെ ഉണ്ടോയെന്നാണ് അവർ ചോദിക്കണേ. കയറണേ കയറ്. നമ്മൾക്കപ്പോൾ ഒരു 2.5 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ഔട്ട് എടുക്കണം. ഇന്നലെ ജർമ്മനിയിൽ വെച്ചിട്ടും നല്ല മഴയായിരുന്നു. ഇന്നത് ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പരിപാടികളൊക്കെ അത്യാവശ്യം തകൃതിയിലൊക്കെ നടക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഹെവി പച്ചപ്പായിരിക്കും ഇവിടെ. വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. Toma la salida 12 a la derecha en dirección Dentro de Wolfurt. 600 metros, toma la salida 12 Wolfurt hacia L41. നമുക്ക് ഈ താഴ്ത്തായിട്ടുള്ള അതാണ് ഇപ്പൊ സ്ഥലം. അവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. വണ്ടികളൊക്കെ കിടപ്പുണ്ടല്ലോ. ഇവിടെ ആയിട്ടാണ് ഈ പറഞ്ഞ സ്ഥലം. Toma la salida 12 Wolfurt. ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും. എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കാം. En 700 metros, gira a la izquierda en Sendestraße. Dentro de 600 metros, gira a la izquierda hacia L41. L41 L41 ട്രക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. ഇവിടെ ഉണ്ട് ഈ പറഞ്ഞ En la റെസ്ട്രിക്ഷൻസ് ഒക്കെ. señal de stop, gira a la izquierda. എവിടെ എഴുതി വെച്ചാ Gira a la izquierda hacia L41. Continúa por En 900 L41.800 metros, metros. gira a la izquierda en Sendestraße. ഇതിലേ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേ തന്നെ തിരിച്ചു കയറാനുള്ള. En 600 metros, gira a la izquierda en Sendestraße. ട്രക്കുകൾ കുറച്ചെണ്ണം വന്ന് അവിടെ കിടപ്പുണ്ട്. അത് പാർക്കിംഗ് ആണോ Dentro de 400 metros, gira a la izquierda. അതോ അവിടെ ലോഡ് കയറ്റാനുള്ളതാണോ എന്ന് മനസ്സിലാവണില്ല. Gira a la izquierda en Sendestraße. Gira a la izquierda.
Sal de la rotonda por la Dentro segunda de salida. 600 metros, en la rotonda, toma la segunda salida en dirección Bundesstraße. ആ ഇവിടേക്ക് കയറണ വണ്ടികളാ. എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ വണ്ടികൾ. Sal de la rotonda por la segunda salida por Bundesstraße. ഒരു പുള്ളി പകുതി തുറന്നിട്ട് വന്നതാണ്. Dentro de 300 metros, gira a la izquierda. En 400 metros, gira a la izquierda. കൂട്ടുകാരെ നമ്മളപ്പോൾ സ്ഥലമെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. Gira a la izquierda. Luego tu destino estará a la derecha. ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. എന്തായാലും ഒന്ന് കയറ്റി നോക്കാം. Gira a la izquierda. ഇതാണ് ഈ പറഞ്ഞ ഗാർഡൻ. നമുക്ക് എന്തായാലും ഇവിടെ പോയെന്ന് ചോദിച്ചു നോക്കിയിട്ട് വരാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.